ഈസ എന്ന് തന്നെ നോക്കൂ, അള്ളാഹുവിന്റെ ഫസ്ഔ ഇലാ ദിക്രില്ലാഹി, അള്ളാഹുവിന്റെ ദിക്റിലേക്ക് സഅയ് ചെയ്യുന്നവൻ, പരിശ്രമിക്കുന്നവൻ ആരോ അവൻ എത്തിപ്പെടുന്ന സ്ഥലമാണ് ഈസ. സഅയ് എന്നുള്ളതിനെ തിരിച്ചു വായിച്ചു നോക്കിയാൽ ഈസ എന്നാ കിട്ടുക, അല്ലെ? അതാണ് ഫസ്ഔ ഇലാ ദിക്രില്ലാഹി. സഅയ് ചെയ്യുക, നിങ്ങൾ ഈസയിലെത്തും. ഒരു മനുഷ്യൻ സഅയ് ചെയ്താൽ അവൻ എത്തിപ്പെടേണ്ട സ്ഥലമാണ് ഈസ. ഈസ ഇൽമു സാഅത്താണ്. സാഇ എന്ന് പറഞ്ഞാൽ അറിവിനു വേണ്ടി, അള്ളാഹുവിന്റെ ദിക്റിനു വേണ്ടി പരിശ്രമിക്കുന്നവൻ എന്നാണ്. സാഅത്ത്, അങ്ങനെ അവൻ പരിശ്രമിച്ച് നേടുന്ന ജ്ഞാനമാണ് സാഅത്ത്. അത് കമാലുൽ ഇൽമാണ്, അറിവിന്റെ പൂർണ്ണതയാണ്, അന്ത്യനിമിഷമല്ല. അങ്ങനെ ഒരു അർത്ഥം ഇല്ല. ഭാഷയിലുണ്ടാവും, ലോകത്തിലുണ്ടാവും, പക്ഷെ ലിസാനുൽ അറബിലില്ല. ലിസാനുൽ അറബിൽ ഖുർആനിൽ എന്ന് പറഞ്ഞാൽ ഫസ്ഔ ഇലാ ദിക്രില്ലാഹി അല്ലദീന സഅഉ ഫീ ആയാതിനാ മുആജിസീന, അല്ലദീന സഅഉ ഫീ ആയാതിന എന്നൊക്കെ പറയുന്നത് അള്ളാഹുവിന്റെ വചനങ്ങളിൽ എത്തിപ്പെടാൻ വേണ്ടി, അവന്റെ ദിക്റിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി പരിശ്രമിക്കുകയും കഠിനാധ്വാനം ചെയ്യുന്നവനും ആണ് സാഇ എന്ന് പറയുന്നത്. അത് അറബി ഭാഷയിലും അങ്ങനെ തന്നെ, ലോകത്തിലും അങ്ങനെ തന്നെ. സാഇ എന്ന് പറഞ്ഞാൽ പരിശ്രമിക്കുന്നവൻ എന്നാണ് അർത്ഥം. അത് ലോകത്തിലും അങ്ങനെ തന്നെയാണ്, ലിസാനിലും അങ്ങനെ തന്നെയാണ്. അവൻ എത്തിപ്പെടുന്ന അറിവാണ് സാഅത്ത്, അതായത് അറിവിന്റെ പൂർണ്ണത. അങ്ങനെ എത്തുന്ന മനുഷ്യനാണ് ഈസ. അവനാണ് ഇൻസാനുൽ കാമിൽ, സമ്പൂർണനായ ഒരു മനുഷ്യൻ. അപ്പൊ ഈ പ്രവാചകന്മാരുടെ പേരുകൾ വരെ അത് ഏതൊരു അർത്ഥത്തെയാണോ ലക്ഷ്യം വെക്കുന്നത് ആ അർത്ഥത്തിന് അനുയോജ്യമായ പേരുകളാണ് വരെ. അതൊന്നും ആസൂത്രിതമായി ഇട്ടതല്ല എന്നാ ഞാൻ പറയണം. അത് അവരുടെ മാതാപിതാക്കൾ ഈ കുട്ടി ഭാവിയിൽ ഒരു മുഹമ്മദാവും എന്ന് വിചാരിച്ചിട്ടല്ല, തെളിവുകളുടെയും യാഥാർത്ഥ്യങ്ങളുടെയും അന്വേഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മഅരിഫത്തിലേക്ക്, അറിവിലേക്ക് ഈ കുട്ടി എത്തും എന്ന് വിചാരിച്ചിട്ടല്ല ആസർ ഇബ്രാഹിമിന് ഇബ്രാഹിം എന്ന് പേരിട്ടത്. സമ്പൂർണ്ണ മനുഷ്യ ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയായി ഈസ മാറും എന്ന് വിചാരിച്ചിട്ടല്ല മറിയം ഈസക്ക് പേരിട്ടത്. ഞാൻ പറഞ്ഞു, ഒരർത്ഥത്തിൽ ഇവര് പറയുന്നത് ശരിയാണ്, മുഹമ്മദിന്റെ വാപ്പ അബ്ദുള്ളയാണ്. കാരണം അബ്ദുള്ള ഈസയാണ്. ഈസക്ക് ശേഷം ജന്മം കൊള്ളുന്ന ആളാണ് മുഹമ്മദ്. ആ അർത്ഥത്തിൽ അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് തന്നെയാണ്. മുഹമ്മദിന്റെ വാപ്പ അബ്ദുള്ളയാണ്. അബ്ദുള്ള ആരാണ്? ഈസയാണ്, അല്ലേ? അത് ഇന്റെ വകയല്ല. ഇന്നി അബ്ദുല്ലാഹി ആതാനിയൽ കിതാബ വജഅലനി നബിയ എന്ന് അള്ള പറഞ്ഞതാണ്, ഈസയെ കൊണ്ട് പറയിപ്പിച്ചതാണ്. ഇന്നി അബ്ദുള്ള, ഞാൻ അള്ളാഹുവിന്റെ അബ്ദാണ്. അപ്പൊ ഖുർആനിലെ അബ്ദുള്ള എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ അബ്ദുള്ളാനെ കൊണ്ടരുത്. ഖുർആനിലെ അബ്ദുള്ള എന്ന് പറഞ്ഞാൽ ആരാണ്? അത് ഈസയിലേക്ക് എത്തിയ മനുഷ്യനാണ്. എന്നാൽ അബ്ദുർ റഹ്മാനോ അത് മറിയമിലെത്തിയതാണ്. അവൻ മറിയമ് വരെ എത്തിയിട്ടുള്ളൂ. റഹ്മാൻ അതാണ്. ഇന്നി നദർതു ലിർറഹ്മാനി സൗമൻ എന്ന് മറിയം പറഞ്ഞത് അതാണ്. റഹ്മാനിലേക്കേ മറിയം എത്തിയിട്ടുള്ളൂ.